10 വിസില്. നമ്മൾ എന്താ ഉണ്ടാക്കണേ? അറബിക് മന്തി. ഫസ്റ്റ് എന്താ ചെയ്യണത്? ഇതെന്തിനാണ്? ഉള്ളി നമുക്ക് ചെറുതാക്കി വരികയാണ്. ഇത് രണ്ടും മാത്രം. എന്താ ചെയ്യാ? ഇന്ന് ഞാനും ജോറാക്കിയും കൂടി ഒരു അറേബ്യൻ സ്റ്റൈലിൽ തട്ടിക്കൂട്ട് മധുഹൂത്ത് ഉണ്ടാക്കാനാണ് പോണത്. ഒറിജിനൽ റെസിപ്പി ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷേ കോൺഫിഡൻസ് അറേബ്യ വരെ എത്തും. ഒരു ക്യാപ്സിക്കും, ഒരു സവാളയും, ഒരു തക്കാളിയും, കുറച്ച് മല്ലിയില, പുതിനയില കൂടി ഒന്ന് അരച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇറച്ചി നന്നായി കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ജോറാക്ക നമ്മൾ അടിച്ച് വെച്ച ആ മിക്സ് ഈ ചിക്കനിലേക്ക് ചേർത്തിട്ട് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ നന്നായി യോജിപ്പിക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് ജീരകവും പെരുംജീരകവും കുരുമുളകും കൂടി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതും കൂടി നമ്മൾ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉറക്കെ പറയോ? നേരത്തെ മിക്സിയിലടിച്ച മസാലകളിൽ എടുത്ത് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത്. ഇതെന്താ സംഭവം? അത് നമ്മൾ ജീരകം പൊടിക്കധികം ചേർക്കാൻ വേണ്ടി എരിവിനായിട്ട് നമ്മൾ വേറെ ചേർക്കുന്നുണ്ട്. സോ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഓക്കെ. അതായത് കുക്കർ വേറെ ഷെഫും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഷെഫ് കാര്യമായിട്ട് വേറെ പണികളാണ്. ഹലോ സാർ. സാധാരണ ഇങ്ങനത്തെ റെസിപ്പിയിൽ കുറച്ച് കൂടുതൽ എണ്ണ ഉണ്ടാവും, പക്ഷെ ഞാൻ ഇതിൽ തീരെ ഓയിൽ ചേർക്കണില്ല. അതുകൊണ്ട് ടേസ്റ്റും ഉണ്ട്. ഡയറ്റ് നോക്കുന്നവർക്ക് നല്ല അടിപൊളി റെസിപ്പിയും കിട്ടും. പിന്നെ അല്ലാതെ അത് നമുക്കിത് മധുഹൂത്ത് അല്ലെങ്കിൽ പുതിയ ഐറ്റത്തിന് പേര് ഞങ്ങൾ തന്നെ ഇടും. പിന്നെ ഇതിലേക്ക് ഞങ്ങൾ കുറച്ച് വിനെഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കഴുകി വെച്ച അരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരിക്ക് പാകത്തിലുള്ള വെള്ളവും ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തട്ടിക്കൂട്ട് ഇതെന്താണ്? മധുഹൂത്ത് എന്ന് പറയാം. സുനീനാന്റെ തട്ടിക്കൂട്ട്. റെസിപ്പി മാസ്റ്റർ ഇവിടെ വരൂ. തട്ടല്ലല്ലോ, ഇതല്ലേ. പിന്നെ കുക്കർ അടച്ച് ഞാനൊരു 2 വിസിൽ അടുപ്പിക്കണ്ടേ. കുറച്ച് കഴിഞ്ഞിട്ട് കുക്കർ തുറന്ന് നോക്കിയപ്പോഴേക്കും സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അപ്പം അത് പതുക്കല്ല പറയേണ്ടത്, ഉറക്കെ പറയണത്. ആ സ്റ്റൂള് വേറെ കിട്ടു കൊടുക്കണം. 500 ml അല്ലേ? അങ്ങനെയല്ല, ഒരു കപ്പിന് 1.5 കപ്പാണ് വെള്ളം വേണ്ടത്. എന്ത് ഉപ്പുണ്ടോ നോക്കിയാ? ഉപ്പുണ്ടോ? ഇങ്ങനെ ഇളക്കണം. വലിയ കയ്യിലിട്ടൊക്കെ വരുന്നുണ്ട്. ഒരു പൊടിക്കടാ. തുറന്നോ? എല്ലാവരും
സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അരി ഓരോ മണിയും വെവ്വേറെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കുക്കർ ബിരിയാണി അല്ല, കുക്കർ മധുഹൂദ് അതിന് അല്ല, കുക്കർ മന്തി ഇവിടെ റെഡി ആവാൻ പോവാണ് ഗായ്സ്. കാണാൻ തന്നെ ഒരു അടിപൊളി ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഒറിജിനൽ മധുഹൂദാണോ എന്നറിയില്ല, പക്ഷെ നമ്മുടെ തട്ടിക്കൂട്ട് വേർഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയാ ആ ചിക്കൻ തോടുവിട്ടത്. നല്ല മണല്ലേ തന്നെ, അടിപൊളി മണം. അതോ കിട്ടുവോ? ഇത് ഡയറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ആട്ടോ. ഇതിങ്ങനെ നോക്കണ്ട, ഇത് കുറച്ചൊന്ന് ഈ ചൂട് പോയിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റ് ആവും. കണ്ടില്ലേ ചിക്കനൊക്കെ നല്ല നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ടേ. താങ്ക്സ് ഫോർ വാച്ചിങ്.